അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി തിയേറ്ററിൽ ഗംഭീര പ്രകടനം നടത്തി മുന്നേറുകയാണ്. അജിത്തിന്റെ മുൻ സിനിമകളുടെ റെഫറൻസുകളുമായി കളർഫുള്ളായി എത്തിയ പടം ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിട്ടുണ്ട്. ചിത്രം തമിഴ്നാട്ടിലും കേരളത്തിലും വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ചിത്രം തമിഴ്നാട്ടിൽ മാത്രമായി 100 കോടി ക്ലബിലെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഗുഡ് ബാഡ് അഗ്ലി 200 കോടിയിലധികം ആഗോളതലത്തിൽ നേടിയിരിക്കുന്നെന്ന റിപ്പോർട്ടുകളും നിർമ്മാതാക്കൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. ആദിക് രവിചന്ദ്രൻ സംവിധാനം നിർവഹിച്ച ചിത്രം കേരളത്തിൽ നിന്നു മാത്രമായി ഒരാഴ്ചയിൽ 3 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വമ്പൻ റിലീസുകൾക്കിടയിലും കേരളത്തിൽ നിന്ന് അജിത്തിന്റെ ചിത്രത്തിന് വലിയ നേട്ടമാണ് നേടാൻ സാധിച്ചത്. ആരാധകർക്ക് 2.5 മണിക്കൂർ നേരം തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള ഒരു ചിത്രം തന്നെയാണ് ഗുഡ് ബാഡ് അഗ്ലി. അധോലോക സംഘങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ഈ ആക്ഷൻ കോമഡി ചിത്രത്തിന്റെ പ്രമേയം. ഒരുപക്ഷെ അബ്രാം ഖുറേഷിയെ പോലും വെല്ലുമെന്ന് തോന്നിപ്പിക്കുന്ന ഗ്യാങ്സ്റ്ററായ AKI അജിത് കുമാർ ആറാടുകയാണ്. റെഡ് ഡ്രാഗൺ എന്ന അധോലോക സംഘത്തിന്റെ തലയാണ് AK. നായകന്റെ പേരിൽ നിന്ന് തന്നെ ഇത് 100% ഫാൻസിന് മാത്രമുള്ള ഒരു പക്കാ പടമാണ്. മാർക്ക് ആന്റണിയിൽ നായകനെ വെല്ലുന്ന പ്രകടനമാണ് വില്ലനായ SJ സൂര്യ കാഴ്ചവെച്ചതെങ്കിൽ ഇവിടെ നായകനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലനായി എത്തുന്നത് അർജുൻ ദാസ് ആണ്. പൂർണ്ണമായും ഒരു അജിത്തിന്റെ ഷോ തന്നെയാണ് ചിത്രമെങ്കിലും വമ്പൻ താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അജിത്ത് നായകനായി വരുമ്പോൾ ചിത്രത്തിൽ നായിക തൃഷയാണ്. ഇതിനു മുമ്പ് അജിത്തിന്റെ വിടാമുയർച്ചയായിരുന്നു എത്തിയത്. അജിത്തിന്റെ വിടാമുയർച്ചി ആഗോളതലത്തിൽ 136 കോടി മാത്രമാണ് നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിടാമുയർച്ചി ബജറ്റ് ഏകദേശം 300 കോടിക്ക് മുകളിലാണെന്നായിരുന്നു കണക്കുകൾ പറഞ്ഞത്. അജിത്തിന്റെ വിടാമുയർച്ചി പ്രഖ്യാപിച്ചിട്ട് 2 വർഷത്തോളമായിരുന്നു എടുത്തത്. ഒടുവിൽ വിടാമുയർച്ചി എന്ന സിനിമ പ്രദർശനത്തിന് എത്തിയെങ്കിലും പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെന്നും കളക്ഷൻ കുറവാണെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ആ ആരാധകർക്കുണ്ടായിരുന്ന നിരാശയെല്ലാം കടത്തിവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഗുഡ് ബാഡ് അഗ്ലി. എന്റർടൈൻമെന്റ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.